പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നത്തെ ദിവസം കർത്താവ് ഒരുക്കിയതാവുന്നു. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകട്ടെ. എല്ലാ മേഖലയിലും നിങ്ങൾ സന്തോഷം കാണട്ടെ. ഈ ആഴ്ച വരെയും ദൈവം നമ്മെ കരുതി, ഇനിയും നമ്മെ കരുതും. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാകുന്നു തിരുവചനം പറയുന്ന മാറ്റമില്ലാത്തവൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇക്കാലം അത്രയും ചിറകിൻ്റെ കീഴിൽ നമ്മെ മറച്ച ദൈവം ഇനിയും മറയ്ക്കാൻ ശക്തൻ, ഇനിയും അവിടെ നിന്ന് അത് മറയ്ക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു വീഡിയോയുമായിട്ട് വരുന്ന സമയത്ത് ഇത് വളരെ കാലഘട്ടങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാകുന്നു. എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, പ്രലോഭനം. പ്രലോഭിപ്പിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ വിശ്വസിക്കുന്ന ജീവിതത്തിൽ എല്ലാവരും പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അതായത് ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ വരെ പ്രലോഭനമാകുന്നു. പ്രലോഭനത്തിന് ധനികനെന്നോ ദരിദ്രനെന്നോ ഒന്നും വ്യത്യാസമില്ല. പ്രലോഭനത്തിന് പ്രാർത്ഥിക്കുന്നവനെന്നോ പ്രാർത്ഥിക്കാത്തവനെന്നോ ഒരു വ്യത്യാസമില്ല. കാരണം തിരുവചനം വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു, പ്രലോഭനം ഉണ്ടാകേണ്ടതാകുന്നു, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. ഇന്ന് ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളൊരു ജയിച്ച വ്യക്തിയാകുന്നു. ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന പ്രലോഭനങ്ങളെ ജയിച്ച ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളെങ്ങാനും പ്രലോഭനത്തിൽ വീണിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. എന്നാൽ നമ്മൾ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോയെങ്കിലും, പ്രലോഭനങ്ങൾ നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അവിടെയെല്ലാം നമുക്ക് ജയം തന്ന ഒരു കർത്താവുള്ളതിനായി നാം ഇന്നും നിലനിർത്തപ്പെടുന്നു, ഇനിയും നിർത്തപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പ്രലോഭനങ്ങൾ അതിജീവിച്ചത് നമ്മുടെ കഴിവാണോ? ഒരിക്കലുമല്ല, ദൈവത്തിൻ്റെ കൃപയാകുന്നു. എങ്കിലും പ്രലോഭനങ്ങൾ എന്തിനു വേണ്ടിയാകുന്നു? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരുവൻ ഒന്നിനാൽ പ്രലോഭിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും അവന് അതിൻ്റെ മേൽ ജയമുണ്ടാവുകയില്ല. ഒരു വ്യത്യസ്തമായ പെർസ്പെക്റ്റീവിൽ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുക. വേറൊരു കാഴ്ചപ്പാടിൽ നിങ്ങൾ ചിന്തിക്കുക. പ്രലോഭനം വരുന്നത് നിന്നെ നശിപ്പിക്കാനല്ല, വാസ്തവത്തിൽ നിന്നെ ബിൽഡ് ചെയ്യാനാകുന്നു, നിൻ്റെ ഇന്നർ മാനിനെ ശക്തിപ്പെടുത്താനാകുന്നു. ഇപ്പോൾ നിനക്കൊരു പ്രലോഭനം ഇല്ലാന്നിരിക്കട്ടെ, നീ ആ മേഖലയിൽ പരീക്ഷിക്കപ്പെടുന്നില്ല എന്നിരിക്കട്ടെ, ആ മേഖലയിൽ നിനക്കെങ്ങനെ ജയിക്കാൻ പറ്റും? ഏതൊരു പരീക്ഷ കഴിഞ്ഞാലല്ലേ ജയം അതിൽ സുനിശ്ചിതമാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷണം വരുന്നത് വാസ്തവത്തിൽ നിന്നെ തകർക്കാനല്ല, നിന്നെ ജയിപ്പിക്കാനാകുന്നു. അപ്പോൾ പ്രലോഭനം ഉണ്ടാകേണ്ടതെന്ന് കർത്താവ് പറഞ്ഞത് നല്ല കാര്യമാകുന്നു. കാരണം ആത്മാവിൽ നിറയാൻ നിങ്ങൾക്ക് പ്രലോഭനത്തിലൂടെ കടന്നു പോകേണ്ട, പക്ഷേ ആത്മാവിൽ ശക്തിപ്പെടേണ്ടതിന് നിങ്ങൾ പ്രലോഭനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ലൂക്കയുടെ സുവിശേഷം നിങ്ങൾ കാണാൻ സാധിക്കും. ജോർദാനിൽ നിന്ന് ആത്മാവിനാൽ നിറഞ്ഞു മടങ്ങിയ യേശു നേരെ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ നിന്ന് പിന്നെ തിരികെ വരുന്ന ആത്മാവിൽ ശക്തനായിട്ടാകുന്നു. അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞതിനും ശക്തനാകുന്നതിനും ഇടയിൽ നടന്ന ചില പ്രവൃത്തികളുണ്ടായിരുന്നു, അതിൻ്റെ പേരാകുന്നു പ്രലോഭനം. അപ്പോൾ ഈ പ്രലോഭനം ഇല്ലെങ്കിൽ ആത്മാവിൽ നിങ്ങൾ ശക്തിപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്ക് പ്രലോഭനങ്ങൾ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി, അതിൽ നിന്ന് നമ്മെ ജയിപ്പിച്ചതിനും ദൈവത്തിന് നന്ദി. എന്നാൽ ചിലരാകട്ടെ പ്രലോഭനങ്ങളുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ കഴിയാതെ ആ പ്രലോഭനങ്ങൾ സ്വന്തം ജീവിതത്തിനകത്ത് അത് എൻ്റെ കുറവാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ചിലരുണ്ട്. അതാകുന്നു ഏറ്റവും വലിയ പരാജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രലോഭനത്തിൽ വീണുപോയവരാണെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ തകർന്നു പോയവരാണെങ്കിൽ, തളർന്നു പോയവരാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഇനിയും അതിനെ ജയിക്കാൻ സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം, ദൈവം എല്ലാത്തിനകത്തും ഒരു പുതിയ തുടക്കം തരുന്നവനാണെങ്കിലും ആത്മീക ജീവിതത്തിനകത്ത് ഒരാളെ വളർത്തുന്നതിലോ ഒരാളെ നിർത്തുന്നതിലോ ദൈവം കോംപ്രമൈസ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഒരു വിഷയത്താൽ നിങ്ങൾ വീണ്ടും വീണ്ടും അഭിമുഖീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വിഷയത്തെ നിങ്ങൾ ഇന്ന് വരെ ജയിച്ചിട്ടില്ല എന്നതാണ്. ആ വിഷയം ജയിക്കാതെ നിങ്ങൾക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോകാൻ സാധ്യവുമല്ല. അപ്പോൾ ഒരേ വിഷയം നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളെയോ ഇങ്ങനെ പിന്തുടരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം നിങ്ങളെ അതിൽ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അതിലൊരു ജയാളിയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പ്രലോഭനത്തെ കണ്ട് ഓടരുത്, പ്രലോഭനത്തിലേക്ക് ഓടുക. കാരണം അതിനെ ജയിക്കാനുള്ള ഒരു ശക്തി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം കൊറിന്തോസ് ലേഖനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും ദൈവം അനുവദിച്ചിട്ടില്ല. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കേണ്ട ശക്തി അവിടെ നിങ്ങൾക്ക് തരുമെന്ന്. അതുകൊണ്ട് പ്രലോഭനങ്ങളെ കണ്ട് ഭയപ്പെടരുത്, മറിച്ച് പ്രലോഭനങ്ങൾ ഒരു അവസരമായി കാണുക. പ്രലോഭനങ്ങളെ കണ്ട് അതിനെ കണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടാതെ അതിലേക്ക് ഓടുക. കാരണം ഓരോ പ്രലോഭനം ജയിക്കും തോറും നിങ്ങൾ അതിശക്തനായിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ബലവാനായിക്കൊണ്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമുക്കപ്പോൾ പ്രലോഭനങ്ങളെ പറ്റി ചിന്തിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ അതിനെ ജയിക്കണം. കർത്താവ് യേശു ജയിച്ച ഒരൊറ്റ രീതിയുള്ളൂ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. പല ആവർത്തി പല ചോദ്യങ്ങൾ വന്നപ്പോഴും കർത്താവ് പറഞ്ഞു എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രലോഭനങ്ങളെ ജയിക്കണമെങ്കിൽ വചനത്തിലുള്ള വിശ്വാസത്താൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. നമുക്ക് പ്രലോഭനങ്ങളെ ജയിക്കാനായിട്ട് നമുക്ക് റിയാലിറ്റി ഉണ്ട്, ട്രൂത്ത് ഉണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വാസ്തവം അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമുണ്ട്, യഥാർത്ഥ സത്യവുമുണ്ട്. യാഥാർത്ഥ്യം ചില സമയത്ത് മാറി മറിഞ്ഞേക്കാം, നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ മാറി മറിഞ്ഞേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നു. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. അപ്പോൾ യേശു സത്യമെന്ന് പറഞ്ഞൊരു വാക്കിനെ അല്ലെങ്കിൽ ആ ട്രൂത്ത് എന്ന വേർഡിനെ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, അതിനൊരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല, മാറ്റപ്പെടുത്താനോ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രലോഭനത്തിന് അതിജീവിക്കണം നിങ്ങൾക്ക് നന്നായിട്ടറിയാം, വചനത്തിലൂടെ. എന്നാൽ ഇത് പ്രലോഭനത്തെ അതിജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാൻ വേണ്ടിയല്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത്, മറിച്ച് 3 നിലവാരത്തിൽ ഒരു മനുഷ്യൻ പ്രലോഭിക്കപ്പെടുന്നു. അതിനെപ്പറ്റി പറയാനാകുന്നു. ഒന്ന്, അവൻ്റെ ആവശ്യകതയുടെ വിഷയങ്ങളിൽ അവൻ പ്രലോഭിക്കപ്പെടുന്നു. രണ്ടാമത്തത്, അവൻ്റെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വത്തിൻ്റെ പേർക്ക്
അവൻ പ്രലോഭിപ്പിക്കപ്പെടുന്നു. മൂന്നാമത്തത് അവൻ്റെ അധികാരത്തിൻ്റെ പേർക്ക്. ഇതെങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-3-4 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ആദ്യം ഒരു ആവശ്യകതയുടെ മേൽ യേശു പ്രലോഭിപ്പിക്കപ്പെട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. യേശു പ്രലോഭന ഹേതുവാകുന്ന ഒരു വ്യക്തിയാണോ? യേശു സാധാരണ മനുഷ്യനെ പോലെയാണോ? യേശു എല്ലാവരെയും പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പോലെ ബലഹീനനായ ഒരു വ്യക്തിയാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്തിന് യേശു പ്രലോഭനത്തിലൂടെ കടന്നുപോയി? ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് മാതൃകയാകേണ്ടതിനാകുന്നു. കർത്താവായ യേശു കാണാത്തതൊന്നുമില്ല. കാരണം യേശു തന്നെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ പറയുന്നു. അതെല്ലാം കണ്ട യേശുവിന് ഒരിക്കലും ഈ ഭൂമിയിലുള്ള ഒന്നിനാലും പ്രലോഭിപ്പിക്കപ്പെടേണ്ട ആവശ്യകത വരുന്നില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി കർത്താവായ യേശു ഒരു പ്രലോഭനത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ സ്വഭാവം നമ്മൾ പഠിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണല്ലോ. ഒന്നാമത്തത്, കർത്താവിനോട് ഈ ആവശ്യകതയെ പറ്റിയുള്ള ഒരു പ്രലോഭനം വരും. നമുക്കതിനെപ്പറ്റി വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു, അപ്പോൾ അവന് വിശന്നു. അത് കഴിയുമ്പോൾ അടുത്ത വാക്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നീ കല്ലുകളെ അപ്പമാക്കുക. അപ്പോൾ യേശു തിരിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, 40 ദിനരാത്രങ്ങളിൽ യേശു 40-ാമത്തെ ദിവസം വിശന്നത്. 1-ാമത്തെ ദിവസം മുതൽ യേശുവിന് വിശപ്പില്ല. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ ദിവസം മുതലേ ഈ ചോദ്യം വന്നുകൊണ്ടിരിക്കണം. ഇല്ല, ഇത് 40-ാമത്തെ ദിനരാത്രങ്ങളിലാണ് ഇത് യേശുവിന് വിശന്നത്. നിങ്ങൾ ഉപവസിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ഉപവാസത്തിലേക്ക് കയറുന്നതിന് വരെ നിങ്ങൾക്ക് സങ്കടവും വിശപ്പും ശരീരത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാകും. എന്നാൽ ഒരു ഉപവാസം യഥാർത്ഥമായി നിങ്ങൾ കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം അതിന് കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വിശക്കുക എന്നത് ഒരു യൂഷ്വലായിട്ടുള്ളൊരു കാര്യമല്ല. ഉപവാസത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം അതിനോട് തലയുണ്ടാകും. അപ്പോൾ ഉപവസിക്കുന്ന ഒരു വ്യക്തി വിശക്കുക എന്ന് പറയുന്നത് അത് യൂഷ്വലായിട്ടുള്ളൊരു വിഷയമല്ല, അത് അൺയൂഷ്വലാണ്. ഒരു പ്രലോഭനം ഉണ്ടാകുന്നത് യൂഷ്വൽ ഏരിയയിലല്ല, അൺയൂഷ്വലായിട്ടുള്ള, അതായത് പെട്ടെന്നൊരു ആവശ്യകത ഉണ്ടാകുക, പെട്ടെന്നൊരു വിഷയം ഉണ്ടാകുക. നമ്മളും പലപ്പോഴുമൊക്കെ ജീവിതത്തിനകത്ത് എപ്പോഴൊക്കെ ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? ഒന്ന് പ്രഷറിനകത്ത് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഇടയിൽ നാം തെറ്റിപ്പോയിട്ടുണ്ട്. അതായത് ഒരു വിഷയം മുന്നിൽ വന്നു, പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യം വന്നു. എങ്ങനെ ഞാൻ തീരുമാനമെടുക്കും, എന്തെടുക്കും എന്ന് നമുക്ക് ഭയങ്കരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ മെൻ്റലി കൺഫ്യൂസ്ഡ് ആകുന്ന സമയത്തായിരിക്കും എവിടെന്നെങ്കിലുമൊക്കെ ഒരാൾ വന്നിട്ട് പറയും, ഇത് തീരുമാനിക്കുക, ഇതെടുക്കുക, ഇത് ചെയ്യുക. നമ്മൾ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകും. കാരണം നിദാനത്തിലല്ലാതെ, അതായത് ശാന്തമായിട്ടല്ലാതെ എടുക്കുന്ന എല്ലാ തീരുമാനവും അതിൻ്റെതായ ഒരു കോൺസിക്വൻസസ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ നീഡിറ്റി എന്ന് പറയുന്നത്, ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു പ്രഷറിൽ തള്ളിവിടുന്ന ഒരു സ്ഥലമാകുന്നു. അതായത് എനിക്ക് ഇന്ന ദിവസം, നാളത്തെ ദിവസം ഇത് ചെയ്യണം, എന്ത് ചെയ്യും? പെട്ടെന്നായിരിക്കും എൻ്റെ മുമ്പിൽ മാനുഷികമായ ഒരു ചിന്ത വരുന്നത്, ഞാൻ ഇത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും. നമ്മളങ്ങനെ പലരൊക്കെ അബദ്ധത്തിൽ വീണവരും ഉണ്ട്. അപ്പോൾ ഈ പിശാച് എന്ത് ചെയ്യും? നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് ഓരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് വിവേകമില്ലെങ്കിൽ, അവിടെ ദൈവത്തിൻ്റെ വാക്കിനല്ല നിങ്ങൾ ചലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, നീതിമാൻ 7 അല്ല 70 തവണ വീണാലും അവൻ എഴുന്നേറ്റോളും. നിങ്ങൾ വീണതിനെക്കുറിച്ച് ഭാരപ്പെടാതെ ഇനി വീഴാതിരിക്കുവാനായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ പക്വതപ്പെടുത്തുവിൻ. നിങ്ങളെ തന്നെ വചനത്തിനകത്ത് നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുവിൻ. വചനത്തിന് നിങ്ങളെ വിട്ടുകൊടുക്കുവിൻ. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ഈ കർത്താവായ യേശുവിന് നീഡിറ്റിയുടെ മേൽ, അതുപോലെ നമുക്കും ചില സമയത്ത് നീഡിറ്റിയുടെ മേൽ പ്രഷർ വരും. അതായത് നാളെ ഇന്നൊരു വിഷയം ചെയ്യണം, എങ്ങനെ ചെയ്യും അറിയത്തില്ല, നമുക്ക് അത്യാവശ്യമാണ്. ആ സമയത്ത് നമ്മൾ ആരെങ്കിലും നമ്മളെ പ്രൊവോക്ക് ചെയ്ത് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ശാന്തനാവുക, ഒരു 2 മിനിറ്റ് മാറുക, ദൈവ സാന്നിധ്യത്തിലിരിക്കുക, ഒരല്പസമയം ദൈവത്തോട് സംസാരിക്കുക. കർത്താവേ, ഞാനിത് ചെയ്യണോ? ഞാനിത് മുന്നോട്ട് പോകുന്നത് നിനക്കിഷ്ടമാണോ? നിൻ്റെ ആഗ്രഹമാണോ എന്ന് നിങ്ങൾ സംസാരിക്കുക. അതിനകത്തുനിന്നൊരു തീരുമാനമെടുക്കുക. ഇനി ചിലർ വിവാഹത്തെപ്പറ്റി, വിവാഹം വീട്ടുകാരുടെ നിർബന്ധം കാരണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തെ കാരണമോ നിങ്ങൾ വേഗത്തിൽ അല്ല, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഏത് തീരുമാനം വേഗത്തിലെടുത്താലും, ഏത് തീരുമാനം ബ്ലൈൻഡായിട്ട് എടുത്താലും അത് തെറ്റിപ്പോകാൻ കാരണമാണ്. അതൊരു പ്രലോഭനമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ വിഷയത്തിനും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകട്ടെ, കൃത്യത ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി, ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു ഉള്ളിനകത്തൊരു സമാധാനം ദൈവം തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇന്നർ പീസ് ഓഫ് ഗോഡ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുവിന് ആവശ്യകതയുടെ മേൽ വിശന്നപ്പോഴാണ് പ്രലോഭകൻ പ്രത്യക്ഷപ്പെട്ടത്. വിശക്കുന്നതിന് മുൻപ് ഈ വിഷയത്തെ പ്രതി ഒരു സംസാരം പോലുമില്ല, ഒരു ചിന്ത പോലുമില്ല. അതുപോലെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം വരുന്നത് അവിടെയാകുന്നു ആദ്യത്തെ നിങ്ങളുടെ പ്രലോഭനം വരുന്നത്. അതുകൊണ്ട് ആ പ്രലോഭനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആവശ്യത്തിനകത്ത് നിങ്ങൾ വരുന്ന ചിന്തയ്ക്ക് ചലിക്കാതെ മറിച്ച് കുറച്ച് നേരം മാറിയിരുന്ന് പ്രാർത്ഥിച്ച് ചെയ്യുക. രണ്ടാമത്തത് ഐഡൻറ്റിറ്റി. ഇത് മച്ച് മോർ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പ്രലോഭനമാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കാനായിട്ട് മടിയുള്ളൊരു വ്യക്തിയാണോ? എൻ്റെ സെൽഫ് റെസ്പെക്റ്റ്, നമ്മളിപ്പോൾ ഇന്ന് ഈ കാലത്തിൽ ജെൻസി എന്ന് പറയുന്നത് വളരെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കൂട്ടം
യുവത്വങ്ങളാകുന്നു. അതായത് അവരെ സംബന്ധിച്ച് ദേ ക്യാൻ അച്ചീവ് എനിത്തിങ് എന്നതാണ്. കർത്താവിൻ്റെ വചനം അക്ഷരാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം അവരാകുന്നു. ദൈവം പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, അവിടത്തേക്കൊന്നും അങ്ങനെ അസാധ്യമല്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു കൂട്ടരാകുന്നു. ഈ കൂട്ടർക്കെല്ലാം പ്രത്യേകിച്ച് ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ ഐഡൻറ്റിറ്റിക്കകത്തൊരു ക്രൈസിസ് ഉണ്ട്. ഞാൻ ആരാണെന്ന് മറ്റൊരാൾ റെക്കഗ്നൈസേഷൻ ചെയ്തില്ല എങ്കിൽ, അത് ഞാൻ പറയുന്നത് 90% ആളുകളുടെ കാര്യമാകുന്നു. 10% മെച്യൂർഡായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് തീരുമാനിക്കുന്ന കൂട്ടരുമുണ്ട്. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ പക്വതയുള്ള ചിന്തയുള്ളവരാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയുടെ മേഖലയിൽ നമുക്ക് എപ്പോഴും ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാകും. അതായത് നമ്മളെ ചിലപ്പോൾ മാറ്റി നിർത്തുന്നതായിട്ട് തോന്നും, നമ്മളെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നും. ചില സമയത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കി നമ്മളോട് ആളുകൾ ഇടപെടുന്നതായിട്ട് തോന്നും. അപ്പോഴെല്ലാം നമുക്കൊരു വാശി നമ്മുടെ ഉള്ളത്തിനകത്ത്. നിങ്ങൾ അറിയണം, യു ആർ ബീങ് ടെംപ്റ്റഡ്. നിങ്ങൾ പ്രലോഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്കകത്തൊരു പ്രലോഭനം വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അത് വളരെ ഡേഞ്ചറസ് ആകുന്നു. കാരണം നിങ്ങളൊരു ഈഗോയിസ്റ്റിക് പേഴ്സൺ ആണെങ്കിൽ യു ക്യാൻ ഡിസ്ട്രോയ് എവറി വൺ ആൻഡ് യു ക്യാൻ ഡിസ്ട്രോയ് യുവർ സെൽഫ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ നിങ്ങൾ തിരിച്ചറിയുക. അത് എവിടെയാണ് നമുക്ക് ബൈബിളിനകത്ത് കാണാൻ സാധിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ തന്നെ അടുത്ത അധ്യായം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കർത്താവിനെ ഒരു ഉയർന്ന പ്രദേശത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് എടുത്ത് ചാടുക, നീ ദൈവപുത്രനാണല്ലോ, നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഐ നോ ഹു ഐ ആം, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഐ ഡോണ്ട് വോണ്ട് ടു പ്രൂവ് ടു യു. എൻ്റെ പ്രിയമുള്ളവരെ, ചില നിലപാടുകൾ എടുക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ചിലയിടത്ത് നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയില്ലോ, അംഗീകാരം കിട്ടാത്തടത്ത് അവിടെ കിടന്ന് നിങ്ങൾ ആരാണെന്ന് തെളിയിക്കുന്നത് വിട്ടിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നവരുടെ ഇടയിൽ എഫക്റ്റീവ് ആവുക. ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ചിലപ്പോൾ നോക്കുന്ന നേരത്ത് ഞാനിതെല്ലാം ചെയ്തിട്ടും അവരെന്നെ അവഗണിച്ചു എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളത്തിനകത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണോ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രതിഫലം നോക്കാതെ അല്ലയോ ചെയ്തത്, പിന്നെ എന്തിനിപ്പോൾ പ്രതിഫലം ആഗ്രഹിക്കുന്നു? അതുകൊണ്ട് പ്രതിഫലത്തേക്കെല്ലാം ദൈവം തരുമെന്ന വിശ്വാസത്തിൽ അതിനെ കളഞ്ഞ് നിങ്ങൾ പക്വതയോടെ നിങ്ങൾ അടുത്ത പ്രവൃത്തികളിലേക്ക് നിങ്ങൾ ഇറങ്ങുക എന്നതാകുന്നു. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രലോഭനത്തിന് ഇരയാവുകയും എന്ത് സംഭവിക്കുന്ന അറിയാം, യു മേ ഹർട്ട് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ മുറിക്കുകയും നിങ്ങളെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാകുന്നു. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ലെയർ ഓഫ് ടെംപ്റ്റേഷൻ ആകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യൻ്റെ അകത്തും ഉണ്ടാകുന്ന ഒരു വിഷയമാകുന്ന ഈഗോ ഗ്രീക്ക് വാക്കിലാകുന്ന ഈഗോ എന്ന് പറയുന്നൊരു പദം വരുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് മൂലപദാർത്ഥത്തിലേക്ക് എടുത്താൽ ഐ എന്ന വാക്കാകുന്നു. എവിടെ ഞാൻ എന്നൊരു ഭാവമുണ്ടോ അവിടെ എല്ലാം ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് വ്യക്തിത്വത്തിനെതിരായിട്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ തന്നെ പരിത്യജിക്കാതെ നിങ്ങളുടെ കുരിശെടുത്ത് നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ വരാൻ സാധിക്കത്തില്ലെന്നാണ് പറഞ്ഞു. ഒരുവൻ തന്നെ പരിത്യജിക്കണമെന്നാണ്. അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ തന്നെ യു ഹാവ് ടു ക്രൂസിഫൈ ഇറ്റ്. നിങ്ങളെ തന്നെ ക്രൂശിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവമാകുന്നു നിങ്ങളെ മാനിക്കുന്നതും എൻ്റെ ദൈവമാകുന്നു നിങ്ങളെ മഹത്വപ്പെടുത്തുന്നതും. അതുകൊണ്ട് മഹത്വം മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കാതെ ദൈവത്തിൽ അന്വേഷിക്കുവാൻ. ഞാനിത് പറയുമ്പോൾ ഞാൻ പ്രലോഭനത്തിലൂടെ കടന്നു പോകാത്തൊരു വ്യക്തിയാണ്, തീർച്ചയായിട്ടും അല്ല. ഞാനും കടന്നു പോകുന്ന വ്യക്തികളാകുന്നു. അതിനകത്ത് എല്ലായ്പ്പോഴും ഞാനും ജയിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാകുന്നു. പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന് ഉൾക്കൊള്ളുന്നു, അഡാപ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളത് തന്നെ ഇതിപ്പോൾ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വീഴ്ചകളുണ്ടാകുക സർവ്വസാധാരണമാകുന്നു. എന്നാൽ വീഴ്ചയ്ക്ക് മുകളിലേക്ക് ഒരു ജയത്തെ നിങ്ങൾ കാണണമെങ്കിൽ വീണടുത്ത് കിടക്കാതെ നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാവുക. ചിലപ്പോൾ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കുറവ് കാരണം നിങ്ങളെ ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഒതുക്കി വെച്ച അനുഭവങ്ങളുള്ളവർ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാമെന്ന ചിന്ത അങ്ങോട്ട് പോകുന്നതിന് പകരമായിട്ട് ലോർഡ് ഗിവ് മീ ഗ്രേസ് എന്നൊരു പ്രാർത്ഥന നിങ്ങളിൽ ഉയരട്ടെ. എനിക്ക് കൃപ തരണമേ, മറ്റൊരാളെ കാണിക്കാനല്ല, ഐ റിയലി ഫൈൻഡ് മൈ സെൽഫ്. എന്നെ തന്നെ ഞാൻ തിരിച്ചറിയുക, എനിക്ക് കഴിവില്ല, എനിക്കൊരു കൃപ തരണമേ എന്നൊരു പ്രാർത്ഥന ഉയരട്ടെ. വ്യക്തിത്വത്തിനെതിരെ വരുന്ന പ്രലോഭനം വളരെ ഡേഞ്ചറസ് ആകുന്നു. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കെങ്കിലുമൊക്കെ തോന്നും ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല എന്ന് തോന്നിയേക്കും. കുഴപ്പമില്ല, എങ്കിലും ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കട്ടെ. കാരണം ഞാൻ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഉള്ളത്തിനകത്ത് എവിടെയെങ്കിലും അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടെംപ്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു യുവർ ഐഡൻറ്റിറ്റി നിങ്ങൾ അവിടെ തിരിച്ച് അവർക്കൊരു മറുപടി കൊടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ഒരാളുടെ ഉത്തരമല്ല, നിങ്ങളൊരു സാഹചര്യത്തിൻ്റെ ഉത്തരമല്ല, നിങ്ങളൊരു രാജ്യത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും ഉത്തരമാകുന്നു. സോ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യാതിരിക്കുക. വ്യക്തിത്വത്തിനെതിരെ എന്ത് വന്നാലും അത് മൈൻഡ് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ഇറ്റ്. ആസ് ലോങ് ആസ് നിങ്ങൾ അതിനകത്തെടുക്കാത്തടത്തോളം കാലം അത് നിങ്ങളെ തൊടത്തില്ല. ഇനി മൂന്നാമത്തത് അതോറിറ്റി. ഇത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സാധാരണ നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളല്ല കേട്ടോ, എന്നെ പോലെയുള്ളവർക്ക് പറ്റുന്ന വലിയ സംഭവമല്ല. കാരണം നമ്മൾ അധികാര പരിമിതികളിൽ അധികമുള്ള ആളുകളല്ല, സാധാരണ ആളുകളാകുന്നു. അധികാര പരിമിതികളുടെ ഇടയിൽ വരുന്ന ഒരു പ്രലോഭനം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ അപ്പനും അമ്മയുണ്ട്. മക്കൾ അമ്മയെ മാത്രമേ അനുസരിക്കത്തുള്ളൂ, അപ്പനെ അനുസരിക്കത്തില്ല. അപ്പൻ്റെ ഉള്ളത്തിനകത്തൊരു പ്രലോഭനം അങ്ങ് കയറുക. അപ്പം പറയും, അല്ലെങ്കിലും എനിക്ക് ഈ വീട്ടിൽ വിലയില്ല,
എനിക്കെന്താ അധികാരമുള്ളൂ. അപ്പൻ ആ സമയം മുതൽ മർക്കടമുഷ്ടി അല്ലെങ്കിൽ കർക്കശക്കാരനാകാൻ തുടങ്ങാമെന്ന് വിചാരിക്കുക. ആ കുടുംബത്തിനകത്തുള്ള സമാധാനം പോയി. അപ്പോൾ ചില പ്രലോഭനങ്ങൾ അധികാരത്തിനെ ചോദ്യം ചെയ്തിട്ടുള്ള പ്രലോഭനങ്ങളാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു പിതാവാണെങ്കിൽ, അങ്ങനെ ആ വീടിനകത്ത് നേരത്തെ പറഞ്ഞ സിനോറിയയിൽ ഒരു നല്ല പിതാവാണെങ്കിൽ അയാൾ ഒരിക്കലും തൻ്റെ അധികാരത്തെ വരുത്തി തീർക്കാൻ ശ്രമിക്കത്തില്ല. അദ്ദേഹം എന്ത് ചെയ്യും? എനിക്ക് ഞാൻ ആരാണെന്ന് തിരിച്ചറിവുണ്ട്. ഐ നോ ഹു ഐ ആം. ഞാനിത് ചെയ്താലും ഇല്ലേലും എൻ്റെ അധികാര പരിമിതി എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം അതിന് തിരിച്ച് മറുപടി പറയാതിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, പിശാച് ഒരു വലിയ ഉയർന്ന പ്രദേശത്തിലേക്ക് യേശുവിനെ കൊണ്ട് നിർത്തിയിട്ട് യേശുവിനോട് പറഞ്ഞു, ഇതെല്ലാം മഹത്വം കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് താണുവാണെങ്കിൽ ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. യേശു അപ്പോൾ തന്നെ തിരിച്ചു പറഞ്ഞു, പിശാചേ എൻ്റെ മുന്നിൽ നിന്ന് പോവുക, സാത്താനെ ദൂരെ പോകുക എന്ന് പറഞ്ഞു. കാരണം നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന നേരത്ത് ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അധികാരത്തിനകത്ത് നീ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ മറ്റൊന്നിൻ്റെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ നിൽക്കത്തില്ല. നീ പ്രൂവ് ചെയ്യേണ്ട ആളല്ല. ഈ മൂന്നാമത്തെ പ്രലോഭനം ഭയങ്കര ഡേഞ്ചറാകുന്നു. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് വലിയ ഉന്നത നിലവാരത്തിലിരിക്കുന്ന നേതാക്കൾക്കാകുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരുന്നാൽ മതി, നാട്ടുകാർക്കുണ്ടാവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കുള്ള ആ തിരിച്ചറിവിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നിങ്ങൾക്കുള്ള റെക്കഗ്നേഷൻ നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു റിയാക്ഷനുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യത്തിനും, ഒരു ലാഭവും നോക്കാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഇവിടെ വെച്ച് തന്നെ എല്ലാവരും ഇവിടത്തേക്കാൾ ഉപരി സ്വർഗത്തിലെ യജമാനിൽ നിന്ന് നിങ്ങൾക്കുള്ള റിവാർഡ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഐഡൻറ്റിറ്റിക്കകത്ത് വരുന്ന ആ ഒരു മത്സരം, ഒരു ഈഗോ ക്ലാഷ്, അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ അധികാര പരിമിതി എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നുവെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ വരുന്ന ചില തെറ്റായ ചിന്തകളുടെ അകത്തുനിന്ന് നിങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കുക. അതായത് വളരെ രസകരമായിട്ട് പറഞ്ഞ എല്ലാ പ്രലോഭനങ്ങളും വചനത്തിലൂടെയാണ് ജയിക്കുന്നതെങ്കിലും ആ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ അല്പസമയം കൊടുക്കുക. ഇഫ് യു ആർ ബീങ് ടെംപ്റ്റഡ് ബൈ എനിത്തിങ്, കുറച്ച് സമയത്തേക്ക് നിങ്ങളെ തന്നെ ഐസൊലേറ്റ് ചെയ്യുക, മാറുക, ആ എക്കോണമിയിൽ നിന്ന് മാറി ഒന്ന് പ്രാർത്ഥിക്കുക. കുറച്ച് സമയത്തേക്ക്, ഇപ്പോൾ നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഗുണം ചെയ്യും. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ദയവേത് മെഡിറ്റേറ്റ് ചെയ്യുന്ന നല്ല ആശയങ്ങൾ പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോവുക, അവരോട് ചോദിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു മനുഷ്യ ജീവിതത്തിനകത്ത്, വിശ്വാസ ജീവിതത്തിൽ മാത്രമല്ല ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് 3 നിലവാരത്തിൽ വരുന്ന ഒരു പൈശാചികമായ പ്രലോഭനങ്ങളാകുന്നു. എന്നാൽ ഇതിൽ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബലപ്പെടണം. ഇതിൽ വീഴാതിരുന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ വലിയ റെസ്പോൺസിബിലിറ്റികൾ നിങ്ങളിലൂടെ നടക്കാനായിട്ട് ഇടയാകും. എന്തായാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 3 നിലവാരത്തിൽ പ്രലോഭനങ്ങൾ: 1 നീഡിറ്റിയുടെ മേൽ, 2 ഐഡൻറ്റിറ്റിയുടെ മേൽ, 3 അതോറിറ്റിയുടെ മേൽ. 1 നിങ്ങളുടെ ആവശ്യങ്ങൾ വരുന്ന നേരത്ത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചലിക്കരുത്, മറിച്ച് നിങ്ങൾ ഒരല്പം ക്ഷമയോടെ, നിദാനത്തോടെ, പ്രാർത്ഥനയോടെ എന്തെങ്കിലും ഒരു കാര്യം ധൃതിയിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ആ പ്രലോഭനത്തിന് നിങ്ങൾക്ക് അങ്ങനെ അതിജീവിക്കാൻ പറ്റും. 2 വ്യക്തിത്വത്തിനെ സംബന്ധിച്ചുള്ള ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ചുള്ള പ്രലോഭനം. വ്യക്തിത്വത്തിനകത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആരാണെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങിക്കോളും. അതുകൊണ്ട് അതിനിടയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ പോർട്രേറ്റ് ചെയ്യാനായിട്ടോ നിങ്ങളെ തന്നെ പൊക്കാനോ ശ്രമിക്കരുത്. 3 അധികാരത്തിനകത്ത് നിങ്ങളുടെ അധികാരം തെളിയിക്കേണ്ടതല്ല, അത് ഫങ്ഷൻ ചെയ്യപ്പെടേണ്ടതാകുന്നു. മറ്റൊരാളുടെ മുൻപിൽ നിങ്ങൾ തെളിയിച്ച് കാണിക്കേണ്ട കാര്യമല്ല നിങ്ങൾ എത്രത്തോളം അധികാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന്, നിങ്ങൾ ഫങ്ഷൻ ചെയ്യേണ്ട വ്യക്തിയാകുന്നു. അതുകൊണ്ട് ഈ 3 നിലവാരത്തെയും ജയിക്കുവാൻ നമുക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. കാരണം ഇതൊന്നും നമ്മുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങളല്ല, ഇതെല്ലാം നമ്മുടെ കീഴിലാകുന്നു. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയ ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളതിനാൽ വചനം പറഞ്ഞിരിക്കുന്ന പോലെ, റോമ 16:20 പറഞ്ഞിരിക്കുന്ന പോലെ, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴാക്കി തകർത്ത് കളയും. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.